ഹലോ ഫ്രണ്ട്സ്, വീടും തൊടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പച്ചമുളകിനെക്കാട്ടിലും വിപണി വിലയുള്ള ഒരു മുളകിനെ കുറിച്ചാണ്. ഇതിൻ്റെ പേരാണ് മാലിമുളക്. ഈ മാലിമുളക് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ പരിചയമുണ്ടാവും. ഇത് എന്തുകൊണ്ട് മാലിമുളക് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് മാലിക്കാർക്ക് ഏറ്റവും പ്രിയകരമായിട്ടുള്ള ഒരു മുളകാണ്. കാരണം അവരുടെ മീൻ കറികളിൽ ഇത് ഉപയോഗിക്കണതുകൊണ്ടാണ് ഇതിന് മാലിമുളക് പേര് വന്നത്. ഇതുകൂടാതെ തന്നെ ഇത് ഗൾഫിലും ഒക്കെ ഏറ്റവും കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മുളകാണ്. ഏറ്റവും കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു മുളകാണ്. ഇതിൻ്റെ ടേസ്റ്റ് പച്ചമുളകിൽ നിന്ന് കുറച്ച് വേറിട്ട ടേസ്റ്റാണ്. ചിലവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് പേർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് സംഭാരം ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും പിന്നെ കൊണ്ടോട്ടം ഉണ്ടാക്കാനും നല്ലതാണ്. കൊണ്ടോട്ടം ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ആദ്യമായി ഇതിൻ്റെ നടാനുള്ള വിത്ത് എങ്ങനെ നമുക്ക് ശേഖരിക്കണമെന്ന് നോക്കാം. ഏറ്റവും നല്ലത് പഴുത്ത മുളക് എടുക്കണതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ഇത് ഒരെണ്ണം തിരഞ്ഞു പിടിച്ചു. ഇതാണ് ഞാൻ വെട്ടാൻ പോണ മുളക്. ഇങ്ങനത്തെ ഒരു പരുവമായിട്ടുള്ള മുളകാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ പഴുത്ത് വിളഞ്ഞ മുളകിനെ നമ്മൾ എടുത്തിട്ട് അതിന് കട്ട് ചെയ്യുക. ഇതിൻ്റെ താഴത്തെ ഇതിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിന്ന് വിത്ത് ശേഖരിച്ചിട്ട് അപ്പം തന്നെ നമുക്കതിനെ പാകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പാകണമെന്നുണ്ടെങ്കിൽ ഇത് ഉണങ്ങി അതിൽ നിന്നുള്ള വിത്ത് ശേഖരിച്ച് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പാകാം. എങ്ങനെ ഞാൻ കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ചെറുതായിട്ട് കത്തിരി വെച്ച് മുറിക്കുക. പിന്നെ ഇവിടെ ഈ വശങ്ങളിലായിട്ട് ചെറുതായിട്ട് എടുക്കുക. ഇതൊരു 10-25 തൈകൾക്ക് വേണ്ടിയുള്ള വിത്തുകൾ ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. നമുക്ക് ഇതിൽ നിന്ന് വേർപെടുത്തി ഒരു പോട്ടറയിലോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണിൽ കുഴിച്ചിടുക. ഞാനിവിടെ പോട്ടറയാണ് വിത്ത് പാകാൻ ഉപയോഗിക്കുന്നത്. കമ്പോസ്റ്റും ചകിരിച്ചോറും ചേർന്ന മിശ്രിതമാണ് പോട്ടറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് അധികം ആഴത്തിൽ പോകാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പോട്ടറ ഇല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ മണ്ണിലോ നിങ്ങൾക്ക് വിത്ത് പാകാം. നമ്മൾ പാകിയ വിത്ത് തൈയായതിനു ശേഷം ഒരു 20-25 ദിവസത്തിനുള്ളിൽ പറിച്ച് നടാം. നല്ല കരുത്തുള്ള തൈകൾ മണ്ണിലേക്കോ ഗ്രോ ബാഗിലേക്കോ നമുക്ക് മാറ്റാം. മണ്ണിൽ നടുമ്പോൾ മഴക്കാലത്ത് വാരങ്ങളിലും വേനൽക്കാലത്ത് തടങ്ങളിലും നടുന്നതാണ് ഉത്തമം. മണ്ണിൻ്റെ അമ്ലതയും രോഗങ്ങളും കുറയ്ക്കാൻ കുറച്ച് ദിവസം മുമ്പ് കുമ്മായമിട്ട് മണ്ണ് പരുവപ്പെടുത്തി എടുക്കുക. തൈ നടേണ്ട തടം നന്നായിട്ട് ഇളക്കി അടിവളം നമുക്ക് നൽകണം. അടിവളം മണ്ണുമായി നന്നായിട്ട് യോജിക്കുക. അതിനുശേഷം ഒരു ചെറിയ കുഴി കുത്തി തൈ നടുക. വൈകുന്നേരമാണ് ചെടികൾ പറിച്ച് നടാൻ പറ്റിയ സമയം. നട്ട ശേഷം ചെറിയ നന കൊടുക്കണം. വെയിലുള്ള സമയമാണെങ്കിൽ തണലും നമുക്ക് കൊടുക്കണം. മുളക് തൈകൾ വളരുമ്പോൾ ജൈവവളങ്ങൾ നൽകി വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സുരക്ഷിതമായ ഭക്ഷണമാണല്ലോ നമ്മുടെ ലക്ഷ്യം. വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, എല്ലുപൊടി, കാലിവളം, ജൈവ സ്ലറി എന്നിവ നമുക്ക് മാറി മാറി നൽകാം. 20 ദിവസ ഇടവേളകളിൽ ജൈവവളങ്ങൾ നൽകി മണ്ണ് ചേർത്ത് കൊടുക്കുന്നത് മുളകിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തും. 2 ആഴ്ച കൂടുമ്പോൾ ഒരു ചെടിക്ക് 10 ഗ്രാം കുമ്മായം കൊടുക്കണം. ഓരോ ആഴ്ചയും സ്യൂഡോമോണസ് തളിച്ചു കൊടുക്കുകയും ചെയ്താൽ ചെടികൾ കരുത്തോടെ വളരുകയും രോഗാക്രമണം കുറയുകയും ചെയ്യും. ഹൈഡ്രജൻ പെറോക്സൈഡ് 20 ml 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ സ്പ്രേ ചെയ്താൽ വാട്ടരോഗവും ഇലകുരുടിപ്പും മാറാൻ വളരെ എഫക്റ്റീവാണ്. ചെടികൾ തമ്മിൽ 5 അടി അകലം നൽകാം. നന്നായി പരിപാലിച്ചാൽ നമുക്ക് 2.5-3 മാസം ആകുമ്പോൾ ആദ്യ വിളവെടുപ്പ് നടത്താം. 3 വർഷം വരെ നല്ല വിളവ് മാലിമുളക് നൽകുന്നുണ്ട്. മഴക്കാലത്തും ധാരാളം കായ്ക്കുന്നു എന്നത് മാലിമുളകിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേനൽക്കാലത്ത് നല്ല നന കൊടുത്താൽ വേനൽക്കാലത്തും നമുക്ക് നല്ല വിളവ് കിട്ടും. മാസത്തിൽ 3-4 തവണ വിളവെടുക്കാം. കൃഷിയിൽ കുട്ടികളെയും ഉൾപ്പെടുത്തിയാൽ അവർക്ക് കൃഷിയോടുള്ള താല്പര്യം കൂടും. ഫ്രണ്ട്സ്, ഇന്ന് കിട്ടിയ വിളവാണിത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്ര കുറച്ച് ചെടികളിൽ നിന്ന് കിട്ടിയ ഒരു വിളവാണിത്. ഇത് എൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയാണ് ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നത്. ഇന്ന് കൊണ്ടോട്ടം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മീൻ കറിയോ അല്ലെങ്കിൽ അച്ചാറോ ഈ മുളകും ഉണ്ടാക്കാൻ പറ്റും. ഇത് പച്ചമുളകിനെക്കാട്ടിലും നല്ല വിപണി മൂല്യമുള്ള ഒരു മുളകാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വിപണിയിൽ ഏകദേശം നല്ല വില ഈ മുളകിന് കിട്ടാറുണ്ട് പച്ചമുളകിനെക്കാട്ടിലും.
ഇത് നിങ്ങളൊരു കൃഷിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൃഷി ഇഷ്ടപ്പെടുന്ന അപ്പോൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണ വഴി നിങ്ങൾക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.